ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ മറ്റൊരു കല്യാണ ദിവസമാണ്. ഇതും ഒരു സദ്യയാണ്. കേരള വെഡ്ഡിങ്, നമ്മുടെ ഹിന്ദു വെഡ്ഡിങ് ആണ്. അപ്പോൾ സദ്യയാണ് ഒബ്വിയസ്ലി. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ കുക്കിംഗ് പാർട്ടൊക്കെ തലേ ദിവസം തൊട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്രാവശ്യം ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഏകദേശമൊക്കെ അറിയാമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഫൈനൽ ഏരിയയിൽ വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ രാത്രി വന്നു, ഏർലി മോർണിംഗ് വന്നു. ഇപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത് വന്നിരിക്കുകയാണ്. പക്ഷേ മുടിയെല്ലാം കെട്ടിയിട്ടാണ് ഇനി ഇവിടെ ബാക്കി കാര്യങ്ങളൊക്കെ. ഇനി കുറച്ച് പകർന്ന് മാറ്റുക, കുറേ കാര്യങ്ങളുണ്ട്, അത്രേ ഉള്ളൂ. ബാക്കി അവിടെ എല്ലാം തുടച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ ഭക്ഷണം വിളമ്പി തുടങ്ങണം. ഇന്നൊരു നോർമൽ സദ്യയാണ്. എക്സ്ട്രാ കറീസൊന്നുമില്ല. 4 പായസമില്ല, ഒരു 3 പായസം. അടപ്രഥമൻ, കടലപ്രഥമൻ ആൻഡ് പാൽപ്പായസം. പാൽപ്പായസം അത് ഫൈനൽ സ്റ്റേജിലായിട്ടേ ഉള്ളൂ, കഴിഞ്ഞിട്ടില്ല. പിന്നെ നമ്മുടെ കിച്ചടി വെച്ചടി അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം ഇനി തൈര് ഒഴിക്കണം. അങ്ങനത്തെ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. പിന്നെ അച്ചാറൊക്കെ റെഡി, അത് ഇന്നലെ രാത്രി തന്നെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഓലൻ ഇസ് റെഡി. പിന്നെന്താ, നമ്മുടെ പുളിശ്ശേരി ഉലുവാപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിരിക്കുവാണ്. നല്ല കുറുകുറ എന്നുള്ള പുളിശ്ശേരിയാണ്. പിന്നെന്താണ് പറയണ്ടേ, തോരൻ റെഡിയാണ്. രസം, സാമ്പാർ, അങ്ങനത്തെ കാര്യങ്ങൾ, അവിയൽ, 2 പായസം വെച്ച് റെഡി. കടലപ്രഥമൻ. പിന്നെ പാൽപ്പായസം ഗെറ്റിംഗ് റെഡി. പരിപ്പ് ഇവിടെ റെഡിയാണ്. ഇത് ട്രിവാൻഡ്രം സ്റ്റൈൽ പരിപ്പാണ്. ഒഴിച്ച് കഴിക്കുന്ന രീതിയാണല്ലോ ട്രിവാൻഡ്രംകാർക്ക് പരിപ്പ്. നിറയെ നെയ്യൊക്കെ ഒഴിച്ചിട്ടിരിക്കുവാണ് ടോപ്പിക്. പിന്നെ വടയിട്ട കൂട്ടുകറി. പാൽപ്പായസത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ഇതാണ്. വലിയ ട്രിക്കിയാണ്, ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം. ഏറ്റവും ലാസ്റ്റാണത്. ചോറ് ഇങ്ങനെ ഊറ്റി എടുക്കുന്നത്. മെയിൻ മാസ്റ്റർ അത് കൊച്ചുമണികൻ്റെ സ്വഭാവം എല്ലാവർക്കും അറിയാം. എങ്കിലും ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി അറിയുന്നു. ഇപ്പോൾ ഏകദേശമൊക്കെ നമ്മളൊന്ന് സെറ്റിൽഡാണ്. ഇനി കുഴപ്പമില്ല. പപ്പടം കാച്ചൽ അതൊക്കെ ലാസ്റ്റ്. അതിന് സമയമുണ്ട്, 2 മണിക്കൂർ സമയമുണ്ട്. മുളക് വറുത്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി ഇവിടുന്ന് ഈ കാര്യങ്ങളൊക്കെ അടുത്ത കലവറയിലേക്ക് മാറ്റും. ഓരോന്നിനും ആൾക്കാർ സെപ്പറേറ്റാണ് ചാർജ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ചാർജുള്ള 2 ചേട്ടന്മാരുണ്ട്. അവരാണ് ഈ പകർന്ന് മാറ്റി ഇതെല്ലാം ഇവിടെ സൂക്ഷിക്കുന്നു. പിന്നെ ഇല ക്ലീനിങ് അവിടെ നടക്കുന്നു. പിന്നെ സ്റ്റോർ മുറിയിൽ നമ്മൾ കുറേ സാധനങ്ങൾ വയ്ക്കുന്നു. ഇത് നമ്മുടെ പ്രധാന സ്റ്റോർ റൂം കലവറ. ഇത് രസകദളിയാണ് കൊല. പിന്നെ വെള്ളം കുടിക്കാൻ എല്ലാവർക്കും ബോട്ടിൽ വാട്ടർ വേണം എന്ന് പറയുന്നുണ്ട്. അത് അല്ലാണ്ട് കുറച്ച് തിളച്ച വെള്ളവും കരുതുന്നുണ്ട്, കരിങ്ങാലി വെള്ളം. ഇതിനകത്ത് കംപ്ലീറ്റായിട്ട് ബോളി അടുക്കി വെച്ചിരിക്കുവാണ്. പപ്പടം കാച്ചാനുള്ളത് ഇവിടെ സെറ്റാണ്. പിന്നെന്താ പറയുക, ചെറുനാരങ്ങ അതെല്ലാം ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ടിഷ്യൂ. ഓക്കെ, എൻ്റെ കേറ്ററിങ്ങിൻ്റെ പേരും നമ്പറും ഒക്കെ വെച്ചിട്ട് പടം ഓക്കെ കാർഡ് ഇടുന്നുണ്ട്. പിന്നെ ചെറുനാരങ്ങ ഇതെല്ലാം നല്ല നാരങ്ങ. ആ ഇലയെല്ലാം നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കുന്നു. പിന്നെ സ്റ്റേജൊക്കെ അവിടെ സെറ്റാണ്. എല്ലാം ഏതാണ്ടൊക്കെ റെഡിയാണ്. ആൾക്കാർ വന്നു തുടങ്ങിയാൽ മതി. അതിന് സമയമുണ്ട്. 11:30ക്കാണ് റിസപ്ഷൻ. ഇപ്പോൾ സമയമൊന്നും ആയിട്ടില്ല. ഒരു 8:30 സമയമായിട്ടുള്ളൂ. സോ വി ഹാവ് ടൈം. ഒരു സമാധാനമുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ. അപ്പോൾ ബിഫോർ മാരേജ് ഒരു കളരി വെച്ച് ഇവിടെ 400 പേരാണ് അറ്റ് എ ടൈം ഇരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 45ഓളം വിളമ്പുകാരുണ്ട്. വലിയ പ്രശ്നമില്ല, ഒരു ഓർഡറിലങ്ങ് പോകും. പിന്നെ ആഫ്റ്റർ മാരേജ് പിന്നെ ഒരു 3-4 കളരി വേണം. കാര്യം 1700. ഓക്കെ, ഏകദേശം ആഫ്റ്റർ മാരേജ് 3 ചില്ലറ. ഓക്കെ, അത്ര ആൾക്കാർ ഭക്ഷണം കഴിക്കും. ഇവിടെ നിന്നാണ് സെർവ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുന്നത്. എല്ലാവരും വന്ന് ഇതിനകത്തുനിന്ന് എടുക്കില്ല. ഇവിടെ ചാർജുള്ള ആൾക്കാർ മാത്രമേ കൈകാര്യം ചെയ്യുള്ളൂ. പിന്നെ ബാക്കി വെയിറ്റേഴ്സ് എല്ലാം ഇവിടെ വന്നിട്ടാണ് എടുത്തിട്ട് പോകുക. ഇതിങ്ങനെ തൊട്ടിയിലിങ്ങനെ വെച്ച്. ഇവിടെ ഉണ്ട്. അതെ ബ്രൈഡിൻ്റെ അമ്മ. ഓ പിന്നെന്താ. ഇന്നത്തെ ബ്രൈഡാണ്.
ബ്രൈഡ് ഡ്രസ്സിങ്ങിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. സമയമായിട്ടില്ല. ഇപ്പോൾ സമയം 9:50. ഞാനിങ്ങനെ ടൈം നോക്കി പോവാണ്. നമുക്ക് 11:30 റിസപ്ഷൻ. സ്റ്റേജ് വർക്കൊക്കെ പുരോഗമിക്കുന്നത് ഓൾമോസ്റ്റ് കഴിഞ്ഞു അവിടെ. സെറ്റ്. ഇനി താലപ്പൊലി. യെസ്, നമ്മളിങ്ങനെ എല്ലാ സ്ഥലത്തും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇത് വധുവിൻ്റെ അച്ഛനാണ് ശ്രീ ബാബുരാജ്. എല്ലാം ഇങ്ങനെ എന്താ പറയുക, അവർക്കൊക്കെ ഒരു ഇന്നൊരു ടെൻഷനുള്ള ദിവസമാണല്ലേ. ടോട്ടൽ ഫ്രീ ആണ്. ഈ സ്കൂൾ ഓക്കെ. ഇദ്ദേഹമാണ് CPM-ൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി. ദാറ്റ് ഈസ് മണക്കാട് അല്ലേ, ആ ഏരിയ അല്ലേ. അപ്പോൾ ഇന്നത്തെ കല്യാണത്തിന് ഒരുപാട് പാർട്ടി സഹാക്കളെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ആണോ, മുഖ്യമന്ത്രി സ്ഥലത്തില്ല, അല്ലെങ്കിൽ അദ്ദേഹം വരുമായിരുന്നു. പക്ഷേ ഒരുപാട് പേരെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ടോട്ടൽ തീമെന്ന് പറയുമ്പോൾ ഒരു റെഡ് നല്ല ഭംഗിയുണ്ട്. അതെല്ലാം വെച്ചിട്ട് ഓവർ ആഡംബരം വേണ്ട എന്നുള്ളതാണ് അവരുടെ തീരുമാനം. അധികം അതിഥികൾ ദുബായിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. ഇവരുടെ കുറേ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ അവിടെയുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടി മാത്രം വന്ന കുറേ ആൾക്കാരുണ്ട് പുറത്തുനിന്നൊക്കെ. അത്രയും ക്ലോസാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓവർ ആഡംബരം ഇല്ലാതെയാണ് അവർ സ്റ്റേജൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു റെഡ് തീമാണ്. കാര്യം ഇത് ഒരുപാട് CPM പാർട്ടിയുടെ ആൾക്കാർ ഒരുപാട് വരുന്നൊരു വെഡ്ഡിങ്ങാണ്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ മകളുടെ കല്യാണം എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ, പാർട്ടി ആൾക്കാർ ഒരുപാട് വരും. അപ്പോൾ അവർക്ക് ആഡംബരം ഒന്നും അധികം വേണ്ട. പക്ഷേ റെഡ് കളർ ആയതുകൊണ്ട് ആ ഒരു പാർട്ടിയുടെ കളറുമായിട്ട് ഇങ്ങനെ ചേർന്ന് പോകുന്നുണ്ട് ടോട്ടലി. അപ്പോൾ സദ്യ ആണെങ്കിലും എക്സ്ട്രാ കറീസോ എക്സ്ട്രാ പായസമോ ഒന്നുമില്ല. നോർമൽ ഒരു സദ്യയാണ്. 3 പായസം, ബോളി ആൻഡ് ബാക്കി തൊട്ടുകറികൾ. അപ്പോൾ ഇവിടെ സാധനങ്ങളെല്ലാം പകർന്ന് മാറ്റിക്കഴിഞ്ഞു. അച്ചാറ്, കിച്ചടി, പച്ചടി, മോര്, ഇതെല്ലാം പലതരം കിച്ചടികൾ. പിന്നെന്താ പറയുക, മധുരക്കറി, തോരൻ, അവിയൽ, ഓലൻ, പുളിശ്ശേരി, രസം, മോര്, പിന്നെ പായസമൊക്കെ ഇവിടെ ഉണ്ട്. സാമ്പാർ ഇസ് റെഡി. അട, കടല, പാൽപ്പായസം ഇങ്ങനെ വന്നിട്ടില്ല. ചോറ് ഇലയിട്ട് മൂടി വെച്ചിട്ടുണ്ട്, 2 വാർപ്പ് നിറച്ച്. എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ടേസ്റ്റിംഗ് റൗണ്ടാണ്. ലാസ്റ്റ് മിനിറ്റ് ടേസ്റ്റിംഗ് ആണ്. ഓക്കെയാണ്. നമ്മൾ ആദ്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് ചെയ്താണ് പോകണമെങ്കിൽ നമ്മൾ ഫൈനലായിട്ടൊരു ടേസ്റ്റിംഗ് ഉണ്ട് കേട്ടോ. എന്തെങ്കിലും കുറവ് കൂടുതലോ ഉണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് റെക്ടിഫൈ. പാൽപ്പായസം, അടിപൊളി പാൽപ്പായസം. ഗണപതിക്കെല്ലാം നമ്മൾ വെച്ചിട്ടാണ് കേട്ടോ തുടങ്ങുന്നത്. പപ്പടം കാച്ചുന്ന സ്റ്റേജായി. നല്ല ഒന്നാം തരം നല്ല വലിയ പപ്പടം തന്നെയാണ്. പിന്നെ എന്താ പറയുക, ബോളി, ബക്കറ്റ്, സ്റ്റീൽ ബക്കറ്റ്സിലേക്ക് ഇങ്ങനെ കുറേശ്ശെ പകർന്ന് മാറ്റുകയാണ്. വിളമ്പുന്നതിന് സൗകര്യാർത്ഥം തൂക്കിക്കൊണ്ട് പോകാമല്ലോ. ചായയുടെ കൗണ്ടറൊക്കെ സജീവമായി കഴിഞ്ഞ് ചായ വിത്ത് സ്നാക്സ്. ഇന്ന് പഴംപൊരി, മുളക് ബജി, വാഴയ്ക്ക ബജി, 3 സ്നാക്കാണ്. ചൂട് വിത്ത് ചായ, ഹോർലിക്സ്, പലതരം ഫ്ലേവേർഡ് ചായാസൊക്കെ. ഹോർലിക്സ്, ബൂസ്റ്റ്, കോഫി, ചായ വിത്തൗട്ട് ഹോട്ടായിട്ട്. ബജീസ്, വാഴയ്ക്ക ബജിയും മുളക് ബജി, കത്തിരിക്ക ബജി. ഓക്കെ, പട്ടം മുളക് ബജിയുണ്ട്. വലിയ എക്സ്പേർട്സാണ് കേട്ടോ, ഫാസ്റ്റായിട്ട് ചെയ്യുന്നത്. വാട്ടർമെലൺ ജ്യൂസും ഷമാം ആൻഡ് ലൈം അല്ലേ, നാരങ്ങ ഉണ്ടല്ലോ, അതും വെച്ചിട്ടാണ്. ഇപ്രാവശ്യം കാർഡ്സൊക്കെ ഇവിടെ ഇട്ടാൽ മതി വിചാരിച്ചു. ഇലയിൽ വിളമ്പുന്നില്ല. എൻ്റെ വിസിറ്റിംഗ് കാർഡ്.
ചൂട് ചൂട് സ്നാക്സ് ലൈവ് കൗണ്ടേഴ്സാണ്. എൻ്റെ കാർഡ് വെച്ചിട്ടില്ല, പക്ഷേ എന്താ പറയുക ടിഷ്യൂ വെച്ചിട്ടുണ്ട്. ലക്ഷ്മി നായർ കേറ്ററേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇത് ഇവരുടെ കോംപ്ലിമെൻ്ററി ആയിട്ട് ഓരോ സ്ഥലത്തു നിന്നുള്ള ഇത് ആരുടെയാണ്? മണക്കാട് ലോക്കൽ കമ്മിറ്റി CPMൻ്റെ കാർഡ്. പിന്നെ ഇത് PTPS റെസിഡൻസ് അസോസിയേഷൻ്റെ അവരെല്ലാം കോംപ്ലിമെൻ്ററി വരനും വധുവിനും വേണ്ടി അവർ എല്ലാം മുട്ടായിയൊക്കെ ക്ലിപ്പ് ചെയ്തിട്ട് അത് അവരുടെ എക്സ്ട്രാ ആണ് അത് വയ്ക്കുന്നത്. ഇപ്പോൾ ഒരു ഫസ്റ്റ് കളറിക്കുള്ള കേട്ടോ വിളമ്പുന്നത്. ഇതിപ്പോൾ റിസപ്ഷൻ തുടങ്ങിയിട്ടില്ല, തുടങ്ങിയാൽ ഉടനെ തന്നെ കയറും. വരൻ്റെ ആൾക്കാരെ സ്വീകരിച്ച് ഇനി ഫസ്റ്റ് കളരി എല്ലാവരും കഴിച്ചിട്ടൊരു അഭിപ്രായം പറഞ്ഞു കഴിയുമ്പോഴേ എനിക്ക് സന്തോഷവും സമാധാനവും കിട്ടുള്ളൂ. ചൂടുവെള്ളം ഉണ്ട്, വേണമെന്നുള്ളവർക്ക് കൊടുക്കാൻ. വേണമെന്ന് ചോദിക്കുകയാണെങ്കിൽ കരിങ്ങാലി വെള്ളം അവിടെ ഉണ്ട്. ഓക്കെ, അത് ഓർത്തോണ്ടാൽ മതി. ഗ്ലാസ്സും ഉണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. പായസമൊക്കെ ചിലപ്പോൾ ഗ്ലാസ്സിൽ, ചിലപ്പോൾ മോര് ഗ്ലാസ്സിൽ ചോദിക്കാം. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അത് അറ്റൻഡ് ചെയ്താൽ മതി. ഗ്ലാസ് ഉണ്ട് ഇവിടെ. കയറ്റാൻ പറ്റുമോ? വെളിയിലും ആൾക്കാരുണ്ട്. ഫുൾ പന്തി. റിസപ്ഷൻ ആയില്ല, നടക്കുന്നേ ഉള്ളൂ. 11:30 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണേ. അത് കഴിഞ്ഞാൽ ഒരു ഫുൾ പന്തി കയറ്റിക്കോണം കേട്ടോ. ഫുള്ള്.
അങ്ങനെ നമ്മുടെ കേറ്ററിങ്ങിൻ്റെ ഇന്നത്തെ കലാപരിപാടിയെല്ലാം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഹാളിന് നമ്മുടെ ലഞ്ചായിരുന്നല്ലോ, വൈകുന്നേരം വേറെ ആൾക്കാരുടെ ബുക്കിങ്ങാണ്. അപ്പോൾ അതിൻ്റെ നമ്മുടെ മണ്ഡപത്തിൻ്റെ എല്ലാം ഡിസ്മാൻഡിൽ ചെയ്തു, പുതിയ ആൾക്കാർ അടുത്ത സ്റ്റേജിന് വേണ്ടി ചെയ്തു തുടങ്ങി. ഇവിടെ എല്ലാ കാര്യങ്ങളും മാറ്റി കഴിഞ്ഞു, എല്ലാവരും പോയി, പെണ്ണും ചെറുക്കനും ഒക്കെ പോയി കഴിഞ്ഞു. അപ്പോൾ ഞാനിനി തിരിച്ച് വീട്ടിലേക്ക് പോകണം. ഒരു 3:30 മണി കഴിഞ്ഞു സമയം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണ് കഴിക്കുന്നത്. നല്ല സദ്യയായിരുന്നു എന്ന് എല്ലാവരും വന്ന് പറഞ്ഞ് ഭയങ്കര ഹാപ്പി. പെണ്ണ് വീട്ടുകാരും ചെക്കൻ വീട്ടുകാരും എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ ഞാനും. അപ്പോൾ ഹാപ്പി ക്ലയൻസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം. അപ്പോൾ ഈ എഫേർട്ടൊക്കെ നന്നായി പോയി എന്നുള്ളതിൽ അപ്പോൾ താങ്ക് യു. ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കട്ടെ. തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി.